നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ വിഷയമാകുന്നു. ദ്വിഗ്രഹ യോഗം നാം ചർച്ച ചെയ്തു. ത്രിഗ്രഹ യോഗ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി ജ്യോതിഷ വിഷയം ആസ്വദിക്കുന്നുണ്ട്. ജ്യോതിഷ പ്രേമികളായ ജ്യോതിഷികളായ ധാരാളം പേർ എന്നെ വിളിക്കാറുണ്ട്. നല്ലൊരു അനുഭവമാണ് ഈ ത്രിഗ്രഹ യോഗം, യോഗ വിഷയം എന്നവർ പറയുന്നു. ഞാനിതിൻ്റെ സംസ്കൃത വ്യാഖ്യാനവും ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ജ്യോതിഷ പ്രേമികൾക്ക് സംസ്കൃതത്തിലുള്ളൊരു ജ്ഞാനം, അറിവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വളരെ സരളമായ ഭാഷയിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. എൻ്റെ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇന്ന് ത്രിഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും വ്യാഴവും ശനിയും ഒന്നിച്ചു നിന്നാലുള്ള ത്രിഗ്രഹ യോഗമാണ്. ചൊവ്വയും വ്യാഴവും ശനിയും. കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് ചൊവ്വയും വ്യാഴവും ശുക്രനുമായിരുന്നു. വളരെ നല്ലൊരു യോഗമായിരുന്നു. ഇവിടെ ചൊവ്വയും രണ്ട് പാപഗ്രഹങ്ങളാണ്. ചൊവ്വയും ശനിയും നല്ല ഫലമില്ല. അതോടുകൂടി വ്യാഴം വരുമ്പോൾ എപ്രകാരമാണ് ഈ യോഗം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജനനത്തിങ്കൽ എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം, ശ്രദ്ധിക്കുക. നൃപസമ്മത ക്ഷതാംഗോ നീചാചാരോ വിഗർഹിതോ മിത്രൈഹി ഭവതി നരോ വിഗതഘ്രണഃ സുരേജ്യ കുജ സൗരി സംയോഗേ. സുരേജ്യൻ എന്നാൽ സുരാനാം പൂജനീയ, ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന ദേവാചാര്യൻ വ്യാഴം, സുരേജ്യ. കുജഃ ചൊവ്വ, സൗരിഹി സൂര്യസ്യ അപത്യം പുമാൻ സൗരിഹി. ശനി. ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗം ഒരു വ്യക്തിയെ ആരാക്കി തീർക്കുന്നു? നൃപസമ്മതഃ ഭവതി. സഹ നൃപേണ സമ്മതഃ ഭവതി. സഹ രാജ്ഞ അംഗീകൃതഃ വ്യക്തി ഭവതി ഇത്യർത്ഥഃ. രാജാവിനാൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യനായി മാറുന്നു അദ്ദേഹം. അതിനാൽ അതൊരു നല്ല യോഗമാണ്. അതൊരു സുയോഗത്തിൻ്റെ തുടക്കമാകുന്നു. രാജസമ്മതനാകുന്നു പ്രസ്തുത വ്യക്തി എന്നർത്ഥം. അടുത്തതായി ക്ഷതാംഗഃ. ക്ഷതഃ അംഗഃ യസ്യ സഹ ക്ഷതാംഗഃ. അയാൾ ശരീരത്തിന് മുറിവുകളുള്ള ആളാകുന്നു. ക്ഷതതനുഹു എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. അംഗത്തിന് ക്ഷതമുള്ള ആളാകുന്നു. അദ്ദേഹത്തിന് അപകടങ്ങൾ വരുന്നു, ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം. അങ്ങനെ അംഗത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നു അയാൾ. അതാണ് ക്ഷതതനു എന്ന വാക്കിനർത്ഥം. പിന്നീട് സഹ നീചാചാരഃ ഭവതി. അദ്ദേഹം നീചന്മാരുടെ ആചാരത്തിൽ തൽപരരാകുന്നു, അല്ലെങ്കിൽ നീചമായ ആചാരത്തിൽ അദ്ദേഹത്തിന് കൗതുകമുണ്ട്. അയാൾ നീചാചാരങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ പലരുമുണ്ട്. ശത്രു സംഹാരത്തിനായിക്കൊണ്ട് പല അമ്പലങ്ങളിൽ പോയി മുട്ടറക്കുക, ഇതൊക്കെ ശത്രുദോഷത്തിന് നല്ലതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് പല ആളുകളും വളരെയധികം നീചങ്ങളായ ആചാരങ്ങൾ ചെയ്യുന്നു. കോടിത്തലയിലൊക്കെ മന്ത്രങ്ങൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. കോടിത്തലയിൽ മന്ത്രങ്ങളൊക്കെ ചെയ്ത് ശത്രുവിനെ മാരണമയക്കുന്ന വിദ്യകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നീചാചാരങ്ങൾ. സാധാരണ സുദർശന ഹോമമൊക്കെ ശത്രു ദോഷത്തിന് ആചാര്യന്മാർ വിധി എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അഥർവവേദത്തിൽ പലപ്പോഴും കാണുന്ന പല ആചാരങ്ങളും, നഗ്നപൂജയൊക്കെ അഥർവവേദത്തിൽ വളരെ പ്രസിദ്ധമാണ്. അതിനുമപ്പുറത്ത് ഇപ്രകാരമുള്ള ക്ഷുദ്രകർമ്മങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ നീചാചാരം. ഇയാൾ ക്ഷുദ്രകർമ്മങ്ങളിൽ വ്യാപൃതനാണ്. മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ചിന്തയായിരിക്കും ഇദ്ദേഹത്തിന് കൂടുതൽ. പിന്നീട് അദ്ദേഹം വിഗർഹിതോ മിത്രൈഹി, തൻ്റെ ബന്ധുക്കളാൽ, തൻ്റെ സുഹൃത്തുക്കളാൽ വിഗർഹിത, നിന്ദിക്കപ്പെടുന്നു. ബന്ധുക്കൾ ഇദ്ദേഹത്തിനെ പരിത്യജിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കാരണം. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ പറയും അയാൾ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളാണ്, ശത്രുക്കളെ ദുർമന്ത്രവാദം ചെയ്ത് നശിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ഭീതിയോടുകൂടി സമൂഹം കാണും. അപ്രകാരം അയാളെ സുഹൃത്തുക്കൾ അയാളെ ഭയാശങ്കകളോടെ കാണുന്നു, അയാളെ ഒഴിവാക്കുന്നു എന്നർത്ഥം. അദ്ദേഹം വിഗതഘ്രണനാണ്. വിഗതഃ ഘ്രണഃ യസ്യ സഹ. അദ്ദേഹത്തിന് ദയ തീരെ ഉണ്ടാകില്ല. അകരുണത്വം അദ്ദേഹത്തിന്, അകരുണനാണ് അദ്ദേഹം. കാരുണ്യം അദ്ദേഹത്തിനില്ല. ഒരു ദയയും ആർക്കും കൊടുക്കില്ല. അതിനാൽ ഈ യോഗം ഒരു 1-2 ഘട്ടത്തിൽ നല്ല ഫലത്തെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ഫലം അത്ര ശുഭമുള്ള ഫലമല്ല എന്നറിയുക. നിങ്ങൾ ഈ യോഗം ശ്രദ്ധിക്കുക, പഠിക്കുക. നമസ്തേ.